നിങ്ങളിലെ പണ്ഡിതന്മാരായ ആളുകൾ, പ്രഭാഷകരായ ആളുകൾ ധാരാളമായി വർദ്ധിക്കുക. നിങ്ങളുടെ മിമ്പറുകൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പ്രഭാഷകർ ധാരാളമായി കൂടുക എന്നുള്ള ഒരെണ്ണത്തിനും, എല്ലാവരും ഞാൻ പറയുന്നില്ല, അധിക എണ്ണത്തിനും ഈമാന്റെ തരിമ്പ് പോലെ ഇല്ലെന്ന് പറയേണ്ടി വരും. രാവിലെ സ്ത്രീകൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പം ഈ അടയാളം നിങ്ങളിലുണ്ടോ, നാളെ നിങ്ങൾ വടിയാകും. ഇപ്പൊ യൂട്യൂബിലൊരു അവസ്ഥയാണ്. എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറയുന്നത്. നിങ്ങൾ സ്വപ്നത്തിൽ ആനയെ കണ്ടോ, നിങ്ങൾ വയറിളകി ഷഹീദാവും. ഇത് കണ്ടിട്ട് സ്ത്രീകള് മക്കളെ അടുത്ത് വിളിച്ചിട്ട്, ഉമ്മ മരിച്ചാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ. ആ വയത് പറഞ്ഞ മൂല്യാരും മന്തിയും കഴിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടാവും. നമ്മളിവിടെ മന്ദപ്പായി ടെൻഷൻ അടിച്ചിരിക്കുക. യൂട്യൂബിൽ വരുമാനവും സർക്കുലേഷനും വ്യൂസും കൂടാൻ വേണ്ടി എന്തെല്ലാം തള്ളുകളാണ്. അത് രാവിലെ നമ്മൾ തുറന്നാൽ ഖൈറായ നാഫിയായ ഇൽമ്, നമ്മുടെ പള്ളിയിലെ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ ഇരിക്കും, അവരുടെയൊക്കെ പള്ളിയുടെ മിനാരങ്ങളിൽ വെച്ച മൈക്കിലൂടെ പരിശുദ്ധമായ ദീനിന്റെ ഹക്കായ കാര്യങ്ങൾ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇവിടെ കുറെ ആളുകളുണ്ട്, അങ്ങോട്ട് മൈക്ക് അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ കെട്ടിയ പെണ്ണിത്തിരി ചന്തം കുറവാണ്. ഉസ്താദിന്റെ പാട്ടെന്ന് ഇതുപോട്ടോ, ഉസ്താദിന്റെ പാട്ടെന്ന് കേൾക്കണം, ഇതുപോട്ടോ. പാട്ട് മാത്രമേ കേട്ടോളൂ, ദീൻ വല്ലം കേട്ടോ. ഉസ്താദ് ഒളിച്ചോടിയ കഥ. ഇതൊക്കെ നമ്മുടെ സമയം വളരെ പാഴാകുകയാണ്. ഇത് തിരിച്ചറിയാൻ ഉമ്മത്ത് തയ്യാറാകണം. നമുക്ക് ഹക്കായ ദീൻ മനസ്സിലാക്കാൻ എന്തൊക്കെ സോഴ്സുകളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഫാറൂഖ് നഈമി ഉസ്താദിനെയും സിംസാറുൽ ഹഖ് ഹുദവിനെയും റഹ്മത്തുല്ലാ ഖാസിമിനെയും പേരുസ്താനെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പൊയ് വാക്കുകൾ പറയില്ല. അവിടെ പ്രഭാഷണത്തിന്റെ പ്രത്യേകത ഏതാ? അവിടെങ്ങാണ്ട് ഒളിച്ചോടിയ കഥയും ഇവിടെങ്ങാണ്ട് പെണ്ണ് പിടിക്കാൻ പോയ കഥയൊന്നും അവർ പറയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനല്ലാത്തതൊന്നും അവര് പറയില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രഭാഷണത്തിന് ആളുകൾ വളരെ കുറവാണെങ്കിൽ പോലും, അങ്ങനെ ആണെന്നല്ല പറയുന്നത്, അങ്ങനെ ആയാൽ പോലും ആ വരുന്ന ചുരുക്കം ആളുകൾ അള്ളാഹുവിൽ അജഞ്ചലമായ ഈമാനുള്ള മനുഷ്യരാണ്. അവരെ സദസ്സിൽ കിട്ടൂ, വളരെ കുറഞ്ഞ ആളുകളെ കിട്ടും. മറ്റേന്ന് പറഞ്ഞ അങ്ങനെയല്ല. ഒരു ഗാനമേള അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞ സുഖമാണ്. അവിടെ ഒളിച്ചോട്ടം, ഇവിടെ പെണ്ണ് കേസും, ഇതെല്ലാം പറഞ്ഞ് ഒരായത്ത്, ചില ആളുകളുടെ പ്രഭാഷണത്തിൽ ഒരായത്തോതാവൽ 2 മണിക്കൂറൊക്കെ പ്രഭാഷണം നടത്തുന്നു. ഒരായത്ത് 114 അധ്യായങ്ങളുണ്ട്, 6000 ചില്ലുവാനം ആയത്തുകളുണ്ട്. ഒരായത്തോതി പ്രസംഗിക്കാമല്ലോ. അൽഹംദുലില്ലാഹ്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി സുബ്ഹാന റബ്ബി. ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കയറുമ്പോൾ 2 പെൺകുട്ടികളതാ അവിടെ തുടങ്ങി. എങ്ങനെ വലിയ കാര്യത്തെ വലിയ കേൾക്കുകയാണ്. 2 പെൺകുട്ടികൾ ഇങ്ങനെ കയറി. അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വപ്നം കണ്ടോ, ഈ അടയാളങ്ങൾ നിങ്ങളിലുണ്ടോ, നിങ്ങൾ നാളെ മരിക്കും. അപ്പൊ അവളിങ്ങനെ സുലൈഹ ഉല്ലാസ ചായ എടുത്ത് അവിടെ നിൽക്കണം, അത് കേൾക്കട്ടെ, ഇത് എന്തും അടയാളം എന്ന് അറിയണം. എന്നില്ല അടയാളമുണ്ട്, വെടി തീർന്നു പോവാ. വീഡിയോ കാലിന് തരിപ്പ് മരണത്തിന്റെ അടയാളമാണ്. കാല് തപ്പി തരിപ്പുണ്ട്. അല്ലാഹു അതേ തീർന്നു, വെടി വെറുതെയാണ്. നമ്മുടെ ഈമാന്റെ ദുർബലത കൊണ്ടാണ്. അല്ലാഹു നമുക്ക് നിശ്ചയിച്ച സമയം അത് ഒരടയാളങ്ങളില്ലെങ്കിലും നമ്മൾ മരണപ്പെടും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാൻ കിട്ടി എങ്ങനെ മരിക്കും, ഇപ്പൊ മരിക്കുമെന്നുള്ള ടെൻഷൻ അല്ല വേണ്ടത്. ഈമാൻ കിട്ടി മരിക്കുമോ എന്നോർത്ത് ഭയപ്പെടും. അല്ലാതെ ആരെങ്കിലും അടയാളങ്ങൾ കണ്ട് ഇപ്പൊ മരിച്ചു പോകും എന്നുള്ള ഭയമല്ല വേണ്ടത്. എപ്പ മരിച്ചാലും ഈമാൻ കിട്ടിയുള്ള മരണമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയണം. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടത്. അള്ളാഹുവേ, ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇദാ കസറ ഖുതബാഉ മനാബിറുകും വറകന ഉലമാഉകും ഇലാ ഉലാതികും. നിങ്ങളിൽ ധാരാളമായി പ്രഭാഷകർ വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം. വറകന ഉലമാഉകും ഇലാ ഉലാതികും. അവരുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അവരധികാരികളായ ഭരണകർത്താക്കളായ ആളുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവരാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. അവര്
ഭരണകർത്താക്കളിലേക്ക് ചാടി നിൽക്കുന്നവരാണ്. അവരുടെ പ്രത്യേകത അവർ ഹറാമിനെ ഹലാലാക്കുന്ന ആളുകളാണ്. യൂട്യൂബില് വോഡ്കയുടെ, മദ്യത്തിന്റെ, റമ്മി സർക്കിൾ എന്ന ചൂതാട്ടത്തിന്റെ പരസ്യം വരുന്നു. നമ്മളിടുന്ന വീഡിയോയിൽ പരസ്യം വരുന്നു. ആ പരസ്യത്തിന്റെ കാരണം കൊണ്ട് കിട്ടുന്ന വരുമാനം മേടിച്ച് ആളുകൾ ചോദിക്കും, സാറേ യൂട്യൂബിലെ വരുമാനം ഹലാലാണോ? പിന്നെന്താ ഹലാലല്ലേ? എന്താ കാരണം? എനിക്ക് കിട്ടുന്നുണ്ടോ? തന്നെ ആരും എനിക്ക് കിട്ടിയ എനിക്ക് ലോട്ടറി അടിച്ചാൽ അന്ന് മുതൽ എനിക്ക് ലോട്ടറി ഹലാലാണ്. എന്റെ വാപ്പ പലിശ മേടിച്ചാൽ അന്ന് മുതൽ എനിക്ക് പലിശ ഹലാലാണ്. ആകാൻ പാടില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഹമ്മുഹും ബുതൂൻ, വയറാണ് 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 അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ വന്നാൽ എന്താ പ്രത്യേകം? ഇതുകൊണ്ട് വന്ന് തിന്നാൽ ഹറാമായ പണം 50 രൂപ സമ്പാദിച്ചാൽ 50 ലക്ഷം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും പെങ്ങളെ. ഇത് അനുഭവമാണ്, പലരുടെയും യാഥാർത്ഥ്യമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട സംഭവങ്ങളാണ്. ആളുകളെ പറ്റിച്ച്, ആളുകളെ ചൂഷണം ചെയ്ത്, പലിശയിലൂടെ ഹറാമിലൂടെ സമ്പാദിക്കുന്ന പണം കൊണ്ട് നമ്മുടെ മക്കളെ ഊട്ടിയാൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, 50-ന് പകരം 50 ലക്ഷം മുടക്കിയാലും നമ്മുടെ രോഗം മാറില്ല ഉമ്മ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ചിന്താശേഷി തരുമാറാകട്ടെ. വഹറമു അലൈഹിമുൽ ഹലാൽ, അവർ ഹലാലിനെ ഹറാമാക്കും, ഹറാമിനെ ഹലാലാക്കും. കണ്ടില്ലേ, വലിയ വലിയ നേതാക്കന്മാര്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ അസ്തിത്വം എന്താണെന്നും സ്വത്വം എന്താണെന്നും അറിയുന്ന വലിയ വലിയ നേതാക്കന്മാര് പോയിട്ട് അള്ളാഹുവിന്റെ ദീനിനെതിരായ കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നിട്ട് അവർ പറയുന്ന ന്യായം എന്താ? ഇതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ, ഒരു മതേതര സമൂഹത്തിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നാ പറയുന്നത്. ജീവിതകാലം മുഴുവൻ മഹാനായ മമ്പുറത്തെ തങ്ങളുടെ ഖാദിമ് കോന്തുനായരാണ്. കാലം എത്ര കടന്നുപോയി മമ്പുറം തങ്ങളുടെ, ഏതെങ്കിലും ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുവദിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം മമ്പുറം തങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്നിട്ടും പരിശുദ്ധമായ ഈമാൻ കാത്തു സൂക്ഷിച്ച് തന്റെ പ്രിയപ്പെട്ട സേവകനായി ബഹുമാനപ്പെട്ട കോന്തുനായരെ ഒപ്പം ചേർത്ത ഒരു ചരിത്രമാണ്, സംസ്കാരമാണ് നമ്മുടെ കേരളത്തിനുള്ളത്. ആരുടെയും ആചാരങ്ങൾ നമ്മൾ കടമെടുക്കേണ്ടതില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് ക്ഷേത്രമുണ്ട്. അവർക്ക് ആരാധിക്കാനുള്ള സൗകര്യങ്ങളും ആരാധിക്കാനുള്ള സാഹചര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുക്കലാണ് ഏറ്റവും വലിയ മര്യാദ. ഏറ്റവും വലിയ മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആരാധനകളെ, അവരുടെ ആരാധ്യന്മാരെ നിഷേധിക്കാതെയും പരിഹസിക്കാതെയും ഇരിക്കലാണ്. കരാവിവ ശരീരസ്യ നേത്രയോരിമ പശ്മണി ആവിചാര്യം കുര്യ തന്മിത്രം മിത്ര സമുച്ചതേ. ചാണക്യം പറഞ്ഞതാ, കരാവിവ ശരീരസ്യ നേത്രയോരിമ പശ്മണി അവിചാര്യം കുര്യൻ മിത്രം മിത്ര സമുച്ചതേ. തന്റെ അയൽവാസികൾ, തന്റെ സഹോദരങ്ങൾ, തന്റെ കൂടപ്പറപ്പുകൾ, തന്റെ സഹചാരികൾ, തന്റെ സതീർത്ഥ്യന്മാരായ ആളുകൾ, നമ്മളുടെ കണ്ണിന്റെ പോളകൾ, കണ്ണിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും വരുമ്പോൾ പോളെ അടച്ചുകൊണ്ട് കണ്ണിനെ സംരക്ഷിക്കുന്നത് പോലെ നിന്റെ സഹോദരൻ ഏതു മതക്കാരനായാലും അവനെ നീ സഹായിക്കണേ, അവനോട് സ്നേഹം കാണിക്കണേ, അവനെ നീ സംരക്ഷിക്കണേ എന്ന് പറയുന്ന മഹത്തായ വേദഗ്രന്ഥങ്ങൾ. അക്രിം ജാറക വലൗ കാന കഫിറാ, മോനെ നിന്റെ അയൽവാസിയായ മനുഷ്യരുണ്ടല്ലോ, അവൻ ഏതു മതക്കാരനായാലോ അവനെ നീ അനാദരിക്കല്ലേ എന്ന് പറഞ്ഞ, അവനെ നീ ധിക്കരിക്കല്ലേ എന്ന് പറഞ്ഞ, അവനെ നീ ആക്ഷേപിക്കല്ലേ എന്ന് പറഞ്ഞ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈമാൻ പൂർത്തിയാകണമെങ്കിൽ പോലും ആ അയൽവാസിയോട് സ്നേഹം വേണം, ബഹുമാനം വേണം, ആദരവ് വേണം. ഏത് മതക്കാരനായാലും മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫഅക്രിം ജഹറാ. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണോ, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമുള്ളവരാണോ, ഫഅക്രിം ജഹറാ,
നിങ്ങൾ നിന്റെ അയൽവാസികളെ ബഹുമാനിക്കണേ, ആദരിക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഏത് മതക്കാരനായാലും ബഹുമാനിച്ചേ പറ്റൂ. നിന്റെ ഈമാൻ പൂർത്തിയാവൂല. നീ മുസ്ലിം എന്ന് പേര് കെട്ടി ഖാലിദ് എന്നും റസാഖ് എന്നും പറഞ്ഞ് നടക്കുകയാണ്. നിന്റെ അയൽവാസിയായ ആളുകൾക്ക് നീ ദ്രോഹമാണോ, നീ പ്രയാസമാണോ, നിന്റെ വാക്കിനെ അവർ ഭയപ്പെടുന്നുണ്ടോ, നിന്റെ പ്രവൃത്തിയെ അവർക്ക് വെറുക്കുന്നുണ്ടോ? മോനെ, ലാ യദ്ഖുലുൽ ജന്ന, നിനക്ക് സ്വർഗമില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈമാൻ തരട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോടുള്ള ബഹുമാനവും സ്നേഹവും എന്ന് പറഞ്ഞാൽ അത് ധാർമ്മികമായി പരിശുദ്ധം ഇസ്ലാം അതിനൊരു ഫ്രെയിം, ഒരു സ്ട്രക്ചർ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. സഹായിക്കണം, സ്നേഹിക്കണം, ആവോളം സഹായിക്കണം. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അവരോടൊപ്പം സഹകരിച്ചു നിൽക്കണം. പക്ഷേ ആരാധനകൾ വിഷയം വരുമ്പോൾ, ആഘോഷങ്ങൾ വരുമ്പോൾ, അവരുടെ ആഘോഷം അവർ വേണ്ട രൂപത്തിൽ അവർ ആഹ്ലാദിക്കട്ടെ. നമ്മൾ അവർക്ക് അതിന് സ്വാതന്ത്ര്യം കൊടുക്കും. ഏത് മതവിഭാഗത്തിന്റെ ആഘോഷം വന്നാൽ നമ്മൾ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നേരെ എനിക്ക് അമ്പലത്തിന്റെ അകത്ത് കയറണം, ശ്രീകോവിലിന്റെ അകത്ത് കയറി എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം ഒന്നും പറയാൻ പാടില്ല. കാരണം ആ മതത്തിനൊരു നിയമമുണ്ട്. ശ്രീകോവില് അവർ പരിശുദ്ധമായിട്ട് കാണുന്ന സ്ഥലമാണ്. അതിനെ നമ്മളെ ഒരു കാരണവശാലും നിന്ദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പള്ളിയും അതിന്റെ മെഹ്റാബും അതിന്റെ ചുറ്റുവട്ടവും പരിശുദ്ധമായ സ്ഥലമാണ്. മറ്റുള്ളവരും അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഇങ്ങനെ പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് പരസ്പരം ആവോളം സ്നേഹിച്ചും കൊടുത്തും വാങ്ങിയുമായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഭരണ നേട്ടത്തിന് വേണ്ടി, ആളുകളുടെ തൃപ്തി കിട്ടാൻ വേണ്ടി, ജനാംഗീകാരം കിട്ടാൻ വേണ്ടി മതേതരത്വമാണ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ എന്ന് കരുതി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നമ്മൾ വിൽക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നമ്മൾ കളങ്കപ്പെടുത്താൻ പാടില്ല. എന്റെ മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിച്ചത് പ്രകാരം ഖൈറായ രൂപത്തിൽ ജീവിച്ച് അവസാനം ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. മതിയാ? കുഴഞ്ഞ? ഞാൻ കുഴഞ്ഞിട്ട് നിങ്ങൾ കുഴഞ്ഞോ? നിർത്തട്ടെ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ചിന്താശേഷി അല്ലാഹു തആല നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്കാണ് സയഅതി അനന്നാസി സമാനുൻ യത്റുകൂനൽ അദാൻ അലാ ദുഅഫായികും. ഇത് നിങ്ങൾ കേൾക്കേണ്ട വിഷയമാണ്. ഇപ്പൊ എല്ലായിടത്തും നടക്കുന്ന ഒരു പരിപാടിയാണ്. ഉസ്താദന്മാരോട് ചോദിച്ചറിയാം, എല്ലാ ദിവസവും ഓരോ ആളുകൾ വിളിച്ചിട്ട് ചോദിക്കും, ഉസ്താദേ പള്ളി ജോലി ഉണ്ടോ, ഒരു ജോലി കിട്ടാനുണ്ടോ? പള്ളിയിലെ മുക്രിമാര്, ഞാൻ മുഅദ്ദിനാണ്, ഒരു ജോലി കിട്ടാനുണ്ടോ? മുഅദ്ദിന്മാരിങ്ങനെ തേരാപ്പാരെ അലയാണ് ഒരു ജോലിക്ക് വേണ്ടി. എന്തേ? യേശുദാസിന്റെ സൗണ്ട് ഇല്ല. യേശുദാസിന്റെ സൗണ്ട് 3000 ശമ്പളമാണ്. യേശുദാസിന്റെ ഖുർആൻ ഓതിയിട്ടില്ലേ, സുബ്ഹാനക ലാ ഇൽമ ലനാ. പാവപ്പെട്ടവൻ 10-60 വയസ്സുണ്ട്, സുബ്ഹാനക ലാ, അത്രേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു അങ്ങനെ കൊടുത്തത്. അപ്പൊ കമ്മിറ്റി ഭയങ്കര ചർച്ച. നമ്മുടെ മുഅദ്ദിന് സൗണ്ട് ഇല്ല. ഞാൻ വളാഞ്ചേരി വെങ്ങാട് പഠിക്കുമ്പം ഉസ്താദേ നിങ്ങളുടെ ബാങ്ക് പുറത്തോട്ട് കേൾക്കുന്നില്ല, പെണ്ണുങ്ങൾ വല്ല പരാതി, 3000 രൂപ തരും, യേശുദാസിന്റെ ബാങ്കും കൊടുക്കണ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സയഅതി അലന്നാസി സമാനുൻ യത്റുകൂനൽ അദാൻ. ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിന്മാരായ ആളുകളെ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, ഒഴിവാക്കും. എന്ത് കാരണം കൊണ്ട്? അലാ ദുഅഫാഇഹിം, അവർ ദുർബലരാണ്, അവർ സൗണ്ട് ഇല്ല, അവര് അഴകുള്ള ബാങ്കില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ആളുകൾ അവര് മൈക്കം കൂടെ തട്ടിയാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പൊ നമ്മുടെ പള്ളിയിൽ ഉസ്താദ് അല്ലാഹു അക്ബർ ഒക്കെ അത്രേ പറ്റുള്ളൂ. സാധുവാണ്, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. അതുപോലും അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞു, യത്റുകൂനൽ അദാൻ,
ബാങ്ക് വിളിക്കാലം ഈ മഹല്ലിലെ മുഴുവൻ ആളുകളും കേട്ട ആ ബാങ്കുണ്ടല്ലോ, ആ സാധുവായ വൃദ്ധനായ മനുഷ്യന്റെ ബാങ്ക. പക്ഷേ ഇപ്പൊ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ പള്ളി കമ്മിറ്റിക്ക് അവരെ പറ്റൂല. എല്ലായിടത്തുള്ള പ്രത്യേകതയാണ്. പള്ളി വലുതാകുമ്പം ഉസ്താദ് ചെറുതാവും. നിങ്ങളുടെ പള്ളി ശോചനീയാവസ്ഥ, മൂത്രപ്പരയുടെ മണമെല്ലാം പള്ളിയിലേക്ക് അടിക്കുന്നു. ആളുകൾ ഒരു പള്ളി പൊളിച്ചു പണിയണമെന്ന് ആഗ്രഹമായിട്ട് ആളുകൾ വരികയാണ്. എല്ലാവരും കൂടി സംഗമിച്ച് ഒരു പള്ളി ഉണ്ടാക്കി നോക്കുമ്പോൾ കുബ്ബയൊക്കെ റൗളയുടെ രൂപത്തിൽ റാഹത്ത്. ഒന്നാമത്തെ ജുമാ കഴിയുമ്പോൾ ഉസ്താദൊക്കെ പറയും, ഉസ്താദേ വേറെ എവിടെയെങ്കിലും ജോലി നോക്കണം, കാരണം ഇവിടെ ഇപ്പം ഗൾഫ് മോഡൽ പള്ളിയായി. ഇപ്പൊ ഇവിടുത്തെ ഖിറാഅത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ഈ ഒത്ത് വേണം. സ്ഥാനം പഴയ വല്ലുഹാ വല്ലൈലി ഇദാ സജാ പറ്റൂല. പറ്റും. യേശുദാസിന്റെ തൊണ്ട അവിടെ നിന്ന് മുറിച്ചുകൊണ്ട് തൊണ്ടക്ക് വെച്ചു കൊടുത്താൽ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് ദീൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഏറ്റവും ഫളിലായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് മടങ്ങും. നമ്മുടെ പള്ളിയിലൊക്കെ ഇവിടെ സദസ്യരോട് ചോദിക്കുകയാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന നിസ്കാരം ഏതാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരിക്കാൻ വരുന്ന നിസ്കാരം ഏതാണ്? തുറന്നു പറഞ്ഞു. ഇശാഖാണ്? തെറ്റാണ്, മഗ്രിബിനാണ്. ഏത് പള്ളിയിൽ ചെന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരിക്കുന്ന നിസ്കാരം ഏതാ? മഗ്രിബാണ് അല്ലേ? മഗ്രിബല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ. എന്നാൽ ഏറ്റവും ഒരു ദിവസത്തെ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്? സുബഹിയാണ്. സുബഹിക്ക് 3 സഫാളുണ്ടാവും, മൈക്കും വേണ്ട. ഉസ്താദിന്റെ ശ്വാസം വിടുന്നവരെ ഇവിടെ നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക്. അതുപോലെ തന്നെ നിസ്കാരം ഒഴിവാക്കാൻ പറ്റിയ 3 കാര്യങ്ങൾ, 2 കാര്യങ്ങളല്ലേ, 1 കാര്യങ്ങളുണ്ട്. നിസ്കാരം ഖളാ ആക്കാൻ 3 കാര്യങ്ങൾ. ഇസ്ലാമിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. പുതിയതായിട്ട് ഒന്നുകൂടി പറയാണ്. ഒന്നാമത്തെ ഉറക്കം, 2 മറവി. ഉറക്കവും മറവിയും കൊണ്ട് നിസ്കാരം ഖളായി, അള്ളാഹുവിന് ശിക്ഷയില്ല, നമ്മൾ ഖളാ വീട്ടിയാൽ മതി. മൂന്നാമത്തെ ഒന്നുണ്ട്, ഏർവാടി സിയാറത്ത്. കുറെ ഹമുക്കൾ ഞാൻ ഈ സദസ്സിൽ പറയുന്ന വിഷമം കൊണ്ട് പറയാം. ഇവിടുന്ന് ഒരു വണ്ടി പുറപ്പെട്ടാൽ, ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഏർവാടി കൊണ്ടാണ് നിർത്തിയത്. അല്ലിത്ത ഇതിന്റെ ഇടയ്ക്കുള്ള നിസ്കാരമൊന്നും ഇല്ലല്ലോ. സിയാറത്ത് നിങ്ങൾ ആരെടുക്കേ പോകുന്നത്? ബാദിഷാ തങ്ങെടുക്കുക. അവരെന്തിനു വേണ്ടിയാ ജീവിച്ചത്? അള്ളാഹുവിന് വേണ്ടി. അവർ മരിച്ച എന്തിനു വേണ്ടിയാ? അള്ളാഹുവിന് വേണ്ടി. നിങ്ങൾ എന്തിനാ ചെല്ലുന്നത്? നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഡിജിറ്റലായിട്ട് നടക്കാൻ വേണ്ടി. ദാരിദ്ര്യമുണ്ടായി, സൂറത്തുൽ വാഖിയ ഓതാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഓതാൻ വയ്യ. സൂറത്ത് നിങ്ങൾ ദുഹാ നിസ്കരിക്കും. ദുഹാ നിസ്കാരം എന്നുള്ളത് ഹല്ലുള്ള നിസ്കാരമാണ്, ഭാഗ്യത്തെ കൊണ്ട് തരുന്ന നിസ്കാരമാണ്. ദുഹാ നിസ്കരിച്ചിട്ട് റബ്ബിനോട് ദുആ ചെയ്യ്, പടച്ചോനെ എന്റെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്താ, നല്ല സമൃദ്ധി വരുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നിസ്കരിക്കേണ്ട അവസ്ഥ പാടാ. 500 രൂപ മുടക്കിയാൽ ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നുണ്ട് ഏർവാടിയിൽ, നേരെ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് കൊട്ടി കൊടുത്താൽ എല്ലാം കൊട്ടക്കണക്കിന് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, സിയാറത്ത് എന്നുള്ളത് പുള്ളിമുള്ള അമലാണ്. പക്ഷെ അത് നിസ്കാരക്കാരനുള്ളതാണ്. മനസ്സിലായേ? അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യർക്കുള്ളതാണ് സിയാറത്ത്. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. നിസ്കാരം ഖളാക്കി ഏർവാടിയിലേക്കും നാഗൂരിലേക്കും പോകുന്ന പെങ്ങളെ ചിന്തിക്കണേ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഇത് പൊരുത്തപ്പെടുന്ന പരിപാടിയല്ല. അള്ളാഹും റസൂലും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയല്ല. നിങ്ങൾ പൊരുത്തം വാങ്ങാൻ വേണ്ടി ചെന്ന് കുരുത്തക്കേടും മേടിച്ചു കൊണ്ടുവരുന്ന പരിപാടിയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. നോക്ക്, ഭീമാപ്പള്ളി ഉറൂസിന് എന്റെ നാട്ടിൽ നിന്ന് ഒരു വണ്ടി നിറച്ച ആളുകൾ പോയി. ഭീമാപ്പള്ളി ഉറൂസ്, അതിൽ എന്റെ വീട്ടിൽ എപ്പോഴും വരുന്നൊരു സഹോദരിയുണ്ട്. അവിടെ ഇങ്ങനെ വെറുതെ രസത്തിന് ചോദിച്ചു, ഉറൂസിലൊക്കെ പങ്കെടുത്ത് താഴെ എവിടെ നിസ്കരിച്ച്? അവിടെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ല. ഭീമാപ്പള്ളിയിൽ ഇത്രയും വലിയൊരു പള്ളി ഉണ്ടായിട്ട് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട്, നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലെന്നാ പറഞ്ഞു. നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട്, നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ 1 ഇഞ്ച് ഭൂമി പോലും അവിടെ ഇല്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എന്തിനാണ് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്? ഉദരം ക്രമേണ പടുത്തു ചീഞ്ഞളിഞ്ഞില്ലയോ, അതുകൊണ്ട് ഖബർ നിറഞ്ഞ ദൽബുദമല്ലയോ.
അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ട് അവിടെ പോയി കിടക്ക്. ഉദരം ക്രമേണ പഴുത്തു ചീഞ്ഞളിഞ്ഞില്ലയോ, അതുകൊണ്ട് ഖബർ നിറഞ്ഞ ദൽമുദമല്ലയോ. ആർത്തും ആഹ്ലാദിച്ചും ഉല്ലസിച്ചും എല്ലാ കോമാളിത്തരങ്ങളും നൃത്തങ്ങൾക്കും ചുവടുവപ്പുകൾക്കും സാക്ഷിയായി അവസാനം ആ കുഴിയിൽ വെറ്റമുക്ക് ജുമാ മസ്ജിദിന്റെ ആ പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ച് മൂന്നാമത്തെ ദിവസം എത്തുമ്പോൾ ശരീരം പൊട്ടി വയറ് പൊട്ടി ആ ചീഞ്ചലം ഖബറിൽ നിറഞ്ഞ് മയ്യത്തിങ്ങനെ ആ ഖബറിൽ ഒഴുകി നടക്കുന്ന ആ ഒരവസ്ഥയുണ്ടല്ലോ പെങ്ങളെ, നീ ചിന്തിച്ചാൽ എങ്ങനാണ് ഉമ്മ നിനക്ക് നിസ്കാരം ഉപേക്ഷിക്കാൻ കഴിയുന്നത്? ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. പറഞ്ഞതാ, തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ. തെങ്ങിന്റെ ഉണക്കമടൽ വീഴുമ്പോൾ പച്ചമടലിൽ നിന്ന് ചിരിക്കുമത്രേ. പക്ഷേ പച്ചമടലറിയുന്നില്ലല്ലോ കാലാന്തരത്തിൽ ഞാനും ഉണക്കമടലായി നിലം പതിക്കുമെന്ന്. എത്ര അർത്ഥവത്തായ ഉദാഹരണങ്ങളാണ് ബഹുമാനപ്പെട്ട തടവസ്ഥാദ് പറഞ്ഞത്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ. അടരാതെ നിന്ന പച്ചമടലും അന്ത്യം കരയേണ്ടി വന്നില്ലേ. ഇതല്ലേ ജീവിതം, ഇതല്ലേ ജീവിതം. മേൽപോട്ടുയരും വീർപ്പുകൾ താഴോട്ടെത്തുമെന്നാരറിയും, മേൽക്കുമേലാൽ വാരി കൂട്ടിയിട്ടെന്തൊരു ഫലമറിയും. മന്ത്രിക്കും തന്ത്രിക്കും രാജനുമെല്ലാം ഖബറിടം ഒരുപോലെ, മാളിക തട്ടുകൾ കട്ടിലും മെത്തകളില്ലല്ലോ നാളെ. എല്ലാം അവസാനിച്ചു ദുനിയാവിന്ന് പോകേണ്ടി വരും. ഇതെല്ലാം റിയാലിറ്റിയാണ്, ഇതെല്ലാം റിയാലിറ്റിയാണ്. ഇതൊന്നും ഒരു കെട്ടുകഥയല്ല. കുതിരപ്പുറത്ത് സഞ്ചരിച്ചവരല്ലേ പിടിമണ്ണ് വാരിയെറിഞ്ഞ ദൽബുദമല്ലേ. കുതിരപ്പുറത്ത് രാജാവായി ജനങ്ങൾക്ക് മുമ്പിൽ അതിധീരനായി നടക്കുമ്പോൾ കുതിരയുടെ പത്തടിയിലേക്ക് ഒരു സാധാരണക്കാരനായ പ്രജക്ക് അടുക്കാൻ കഴിയാതെ നിന്ന രാജാവിനെയും അവസാനം കുഴിയിലേക്ക് കൊണ്ടടക്കം ചെയ്യപ്പെട്ടപ്പോൾ സാധാരണക്കാരനായ പ്രജ 3 പിടി മണ്ണ് വാരിയിട്ട് പിടിമണ്ണു വാരിയെറിഞ്ഞ ദൽബുദമല്ലേ. അല്ലാഹു ഈമാനുള്ള മരണം അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹു ആഖിബത്ത് നന്നായുള്ള മരണം അല്ലാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, വേദനയോടുകൂടി പറയുകയാണ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഒരു നിമിഷമെങ്കിലും മരണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുക? ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിനും ഒരു ആഖിബത്തുണ്ട്, പ്രപഞ്ചത്തിനും ഒരു ആഖിബത്തുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് അത് വന്ന് സംജാതമാകും. നമുക്ക് നന്നാകാൻ ഒരു പ്രഭാഷണവും വേണ്ട, ഒരു വാദവും വേണ്ട, ഒരു പുസ്തകവും വായിക്കേണ്ട. നമ്മുടെ വാപ്പ എവിടെയാ? നമ്മുടെ വാപ്പ എവിടെയാ? ചിന്തിച്ചു, ആരാണ് വാപ്പ? ആരാണ് നമ്മുടെ ഉമ്മ? ഒരു കാലഘട്ടം മുഴുവനും ഇടിവെട്ടുന്ന സമയത്ത് ഓടിച്ചെന്നിട്ട് ഉമ്മാരൊക്കെ പറയും, ആ ഇടിവെട്ടുന്ന പേടി വരും. കെട്ടി ഇങ്ങനെ പിടിക്കും ഉമ്മ. പേടിക്കല്ലേ വാവേ, പൊന്നെ പേടിക്കല്ലേ. വാപ്പാടൊക്കെ ഓടിച്ചെന്നിട്ട് വാപ്പാടെ ശരീരത്തെ കെട്ടിപ്പിടിക്കും, വാപ്പാ ഇടിവെട്ടുന്ന എനിക്ക് പേടിയാ. ചോദിക്കട്ടെ, ശക്തമായ മഴയിൽ ശക്തമായ ഇടിയും മിന്നലും എറിയുമ്പോൾ നിങ്ങളെ അന്ന് ചേർത്ത് പിടിച്ച നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ വാപ്പയും എവിടെയാണെന്ന് ഈ വാഴ് കേൾക്കുമ്പോൾ എൻ്റെ ഉമ്മ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ വാപ്പ എവിടെയാ? നിങ്ങളുടെ ഉമ്മ എവിടെയാ? നിങ്ങൾ പേടിച്ചപ്പോൾ, നിങ്ങൾ ഭയപ്പെട്ടപ്പോൾ നിങ്ങളെ കെട്ടിപ്പിടിച്ച ഉമ്മയും വാപ്പയും പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിന്റെ ഉള്ളിലാണ്. അതിന്റെ മുകളിലൂടെ പാമ്പിടഞ്ഞു പോകുന്നു, അതിന്റെ മുകളിലൂടെ തേളിടഞ്ഞു പോകുന്നു, അതിന്റെ മുകളിലൂടെ
ഹിംസ്ര ജീവികൾ അതാ നടന്ന് ഇഴഞ്ഞു പോകുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് ആ ഉമ്മാടെ അവസ്ഥയൊന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ വാപ്പാടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ആ ഉമ്മയും വാപ്പയും ആ മഴ പെയ്യുന്ന സമയത്ത് പെയ്യുന്ന വെള്ളമെല്ലാം വാപ്പാടെ കബറിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ, ഉമ്മാടെ കബറിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ, നീ നിന്റെ മക്കളെ കൂട്ടിച്ചേർത്ത്, നീ നിന്റെ ഭാര്യയെ കൂട്ടിച്ചേർത്ത് അൽഫാമും തന്തൂരിയും വീട്ടിൽ തണുപ്പ് സമയത്ത് കഴിക്കാൻ ഏറ്റവും രസം ചൂടുള്ള മന്തിയാണെന്ന് മനസ്സിലാക്കി നിന്റെ തീന്മേശയിൽ മന്തി വിളമ്പി ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം കഴിക്കുമ്പോൾ, ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്തു വളർത്തലും അവരാണേ, ഈ 3 കാര്യം വാപ്പയിൽ ഒഴിവാണേ. ഈ നമ്മുടെ പുന്നാര ഉമ്മയും വാപ്പയും ആ കവറിലല്ലേ കിടക്കുന്നത് പെങ്ങളെ? ഒരു മിനിറ്റെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? ഈ വാത് കേൾക്കുമ്പോഴൊന്നും ചിന്തിച്ചുകൂടെ? എന്റെ ഭർത്താവിനോടൊപ്പമുള്ള നല്ല ജീവിതം സമ്മാനിച്ചതിന്റെ ഉമ്മയുടെ ശ്രമമാ, എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാ, എന്റെ വാപ്പാടെ വിയർപ്പാ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും. അതുകൊണ്ട് മഗ്രിബ് കഴിയുമ്പോൾ ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ട് അല്ലാഹുവിനോട് പടച്ച റബ്ബേ, ഈ ഫാത്തിഹ സൂറത്തിനെ നീ കബൂൽ ചെയ്യണം, അതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ വാപ്പാക്ക് ഉമ്മാക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ എന്ന് ദുആ ചെയ്യാൻ നിന്റെ മനസ്സ് അനുവദിക്കുന്നില്ലേ? അങ്ങനെ ചിന്തിക്കാൻ നിനക്ക് കഴിയുന്നില്ലേ? അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും വലിയ നന്ദി കെട്ടവൻ, ഏറ്റവും വലിയ നന്ദി കെട്ടവള് നീയാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആരക്കാത്തവർ നന്ദി കെട്ടവരാ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. നമ്മുടെ ദുആയുടെ ഇജാബത്ത് പോലും ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറ്റൊരു ഹദീസാണ്, ലാ തഖൂമു സ്സാഅതു ഹത്താ യതബാഹൻ നാസു ഫിൽ മസാജിദ്. ജനങ്ങൾ പള്ളികളെ കൊണ്ട് ഗമനടിക്കുന്ന കാലം, ആളുകൾ പരസ്പരം പള്ളികളെ കൊണ്ട് ഗമനടിക്കുന്ന കാലം. കുറ്റിവട്ടത്തൊരു പള്ളിയുണ്ട്, വെറ്റമുക്കിലൊരു പള്ളിയുണ്ട്. ഒരു പള്ളിക്കാര് അതിനേക്കാൾ വലിയ പള്ളി ഉണ്ടാക്കുകയാണ്. ഞങ്ങളുടെ പള്ളിയാണ് ഏറ്റവും വലിയ പള്ളി, ഞങ്ങളുടെ പള്ളിയിലാണ് AC ഉള്ളത്, ഞങ്ങളുടെ പള്ളിയിൽ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ്, ഞങ്ങളുടെ പള്ളിയിൽ വിരിച്ചിരിക്കുന്ന ടൈൽസ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ളതാണ്. ആളുകൾ പള്ളിയെ കുറിച്ച് പരസ്പരം അഭിമാനം നടിക്കുന്ന ഒരു കാലമുണ്ടല്ലോ, ആ കാലഘട്ടം വരാതെ ലോകത്തിന് അന്ത്യമുണ്ടാകില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. നാട്ടിലുണ്ട് അങ്ങനെയൊക്കെ, നാട്ടിലുണ്ട് അങ്ങനെയൊക്കെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തീർത്തില്ല. ഇദാ ഉസിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തദിർ സആ. ആളുകൾ പള്ളിയുടെ അധികാരത്തിലേക്ക് കൈകാര്യകർത്താക്കളായിട്ട് വരുന്നത് ധിക്കാരികളും തെമ്മാടികളും അല്ലാഹുവിനെ ഭയപ്പാടില്ലാത്തവനും അല്ലാഹുവിന്റെ ദീൻ കൈകാര്യം ചെയ്യാൻ വരുന്നൊരു കാലഘട്ടം സംജാതമായാൽ നിങ്ങൾ ലോകത്തിന്റെ അന്ത്യം പ്രതീക്ഷിക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ വെറ്റമുക്ക് പള്ളിയിൽ അവിടുത്തെ ഖത്തീബ് പോയി, പുതിയൊരു ഖത്തീബ് വന്നപ്പം പുതിയ ഉസ്താദിനെ ഇമാമ് നിർത്തി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇമാമ് നിർത്തി. പുറയിൽ ഉസ്താദിനെ പരീക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ മദ്രസയിലെ മുതിർന്ന അധ്യാപകനല്ല, അവിടുത്തെ സദർ ഉസ്താദല്ല, പള്ളിയിലെ സെക്രട്ടറി വന്ന് പുറയിൽ നിന്ന് കൈകെട്ടി നോക്കുമ്പോൾ ഉസ്താദിന്റെ ഓത്ത് ഇങ്ങനെ രസത്തിൽ ഇങ്ങനെ കേൾക്കാം. തെറ്റിച്ചാണെങ്കിലും ശരിയായിട്ടാണെങ്കിലും ഓതുന്നത് അതിന്റെ മ്യൂസിക് കേൾക്കുമ്പം മറ്റുള്ള കമ്മിറ്റിക്കാരോട് പറയും അങ്ങനെ ഈ ഹയവാന് അത്തഹിയാത്ത് പോലെ ഓതാറിയില്ല, ഇവനാണ് സ്ഥാനം പരീക്ഷിച്ചത്. അവനെ സംബന്ധിച്ചിടത്തോളം ഈണം ഉണ്ടായാൽ മതി, തജ്വീദ് വേണ്ട. ഇങ്ങനെയുള്ള ആളുകളെ പള്ളിയുടെ മിഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യാൻ കൊടുക്കും. അവര് വായി വരുന്ന തോന്നിവാസങ്ങൾ മുഴുവനും പള്ളിയുടെ മൈക്കിലൂടെ മിഹ്റാബിലൂടെ
തെറ്റായ മസാലകൾ, തെറ്റായ അഖീദകൾ ജനങ്ങളുടെ മുമ്പിൽ അവർ വിശദീകരിച്ചു. കാരണം അവർക്കറിയില്ലല്ലോ, അവരെവിടുന്നോ കേട്ട് തരംപിച്ച കാര്യങ്ങളൊക്കെ വന്നാണ്. ഈ അടുത്ത് ഒരാൾ പ്രസംഗിക്കുന്ന കണ്ട് ഭാര്യയുടെ കവളത്ത് ഒരാൾ നുള്ളിയാൽ 10 ഹജ്ജ് ചെയ്ത ഉംറ. ഇത് കേട്ടിട്ട് എല്ലാവരും പോയിട്ട് ഉംറയുടെ കൂലി ഇട്ടാൻ വേണ്ടി പെണ്ണുപേടെ കവളത്ത്. എന്തൊക്കെ കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഭാര്യയെ സ്നേഹിക്കാൻ, പെൺമക്കളുടെ മഹത്വം, ഭാര്യയുടെ മഹത്വം എത്ര പറഞ്ഞു. എന്തിനാണ് ഈ കളവ് പറയുന്നത്? 40 കറാഹത്ത് ചെയ്താൽ ഒരു ഹറാം. എവിടെയെങ്കിലുണ്ടോ കിതാബിൽ? ഒരൊറ്റ കിതാബിൽ കാണിക്കാൻ കഴിയും 40 കറാഹത്ത് ചെയ്താൽ ഒരു ഹറാം. വായി വരുന്നൊക്കെ പറയാണ്. കാരണം ഇത് ഫിഖ്ഹിന്റെ കിതാബ് കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടില്ല. അഖീദ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. വായു വരുന്നതൊക്കെ കോതൊക്കെ പാട്ടുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുക, ആളുകൾ അതനുസരിച്ച് അമല് ചെയ്യുക. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കുമാറാകട്ടെ. അള്ളാഹു പിഴച്ചാശയങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ മുക്തിയാക്കി തരുമാറാകട്ടെ.